മോർണിംഗ് ഡ്യൂവിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തോട് സംസാരിപ്പാനുമായി ദൈവം നമുക്ക് നൽകിയ ഈ നല്ല ദിവസത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നിന്നും ചിന്തിക്കുവാൻ ധ്യാനിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇത് നമ്മളതിൻ്റെ തുടർച്ചയായിട്ടുള്ള വേദഭാഗങ്ങൾ ചിന്തിക്കുന്നതാണ്. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നെന്ന് യേശു പറഞ്ഞതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഇന്ന് ഈ ഒരു കാര്യം വിശദമാക്കാൻ വേണ്ടി കർത്താവ് യേശു ക്രിസ്തു ഒരു ഉപമ തൻ്റെ മുമ്പിൽ കടന്നു വന്ന ആളുകളോട് പറയുവാൻ ഇടയായിത്തീർന്നു. നമുക്കറിയാവുന്ന പോലെ ആളുകൾ എപ്പോഴും സമൃദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. കാരണം സമൃദ്ധിയുണ്ടായാൽ ജീവിതത്തിൻ്റെ ഉത്കണ്ഠകൾ മാറും, ജീവിതം പ്രശ്നരഹിതമായിരിക്കും എന്നുള്ളതായ ഒരു ചിന്ത ആളുകളുടെ ഇടയിലുണ്ട്. ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുവാനാണ് യേശു ഈ ഉപമ നമ്മളോട് പറയുന്നത്. ഞാൻ ഉപമയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് 12:16. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായൊരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യേണ്ടു, എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇതു ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകകളും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾ മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. നോക്കിക്കേ, ഇവിടെ ഒരു ധനവാനെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറയുക. ധനവാൻ എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് വേണ്ടതെല്ലാമുണ്ട് എന്ന് മാത്രമല്ല, ആ ഒരു കൊല്ലം താൻ വിതച്ചതായ വിത്തുകൾ അത് വളരെ നന്നായി വിളയുകയും മുമ്പിലത്തെ വർഷങ്ങളെക്കാളും അധികം വിളവ് തനിക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു വിളവ് ലഭിച്ചപ്പോൾ തൻ്റെ സംഭരണശാലകൾ അല്ലെങ്കിൽ തൻ്റെ വിളവ് കൂട്ടി വയ്ക്കുന്നതായ സ്റ്റോറേജ് പരിമിതമാണെന്ന് മനസ്സിലാക്കി അത് പൊളിച്ച് പുതിയവ പണിയുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ ധനവാൻ. വളരെ കഷ്ടപ്പെടുന്നതായ ഒരു മനുഷ്യനുമായിരുന്നു. നല്ല സമൃദ്ധി അദ്ദേഹത്തിനുണ്ടായി എന്ന് പറയുന്നത് പണം ലക്ഷ്യമാക്കി നല്ലൊരു ബിസിനസ് ചെയ്യുവാൻ അത്ര ആർജവമുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ ധനവാൻ. തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഇപ്രകാരം ധനവും ആഡംബരവും സൗകര്യങ്ങളുമുള്ള ആളുകളെ നമ്മൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്. എന്ന് മാത്രമല്ല, ആത്മീയമായ നിലയിൽ പലരും പറയും, അത് ദൈവം കൊടുത്തതാണ്, ദൈവം അവനോടുകൂടെയുണ്ട് എന്നൊക്കെ ആളുകൾ പറയും. ഇതാണ് പൊതുവെ ആളുകൾക്കുള്ള ഒരു മനോഭാവം. എന്തെങ്കിലും ഭൗതിക നന്മകൾ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയാറുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും ദൈവം നൽകുന്ന സമൃദ്ധിയെക്കുറിച്ച് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഞാൻ അതിനു മുമ്പായിട്ട് ഇദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളിൽ നമുക്കൊന്ന് ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 17-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, വിളവുണ്ടായിട്ടും സമൃദ്ധി ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠയ്ക്ക് യാതൊരു മാറ്റവുമില്ല. അതിനർത്ഥം എന്താ? പലപ്പോഴും നമ്മൾ വിചാരിക്കും, പണമുണ്ടെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാകത്തില്ല, പണമുണ്ടെങ്കിൽ വിചാരങ്ങൾ ഉണ്ടാകത്തില്ല. നോക്കിക്കേ, ഇവിടെ പണം ലഭിച്ചപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇവിടെ വിളവ് ലഭിച്ചപ്പോൾ തന്നെ ഈ മനുഷ്യന് ഉത്കണ്ഠയെ വർദ്ധിച്ചു. താൻ വിചാരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. തനിക്ക് ഉള്ളിലൊരു കൺസേൺ ഉണ്ടായി. ഞാനിത് എവിടെ സ്വരൂപിച്ച് വയ്ക്കും, ഞാൻ എവിടെ വയ്ക്കും? അതുകൊണ്ട് അതിനെല്ലാം ഒരു സൊല്യൂഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം തൻ്റെ ആ സംഭരണശാലകളെ പൊളിച്ചിട്ട് പുതിയവ താൻ പണിയുവാൻ തക്കോണം ഇടയായിത്തീർന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം 18-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. അപ്പോൾ വിളവ് മാത്രമല്ല, എൻ്റെ വസ്തുവക മുഴുവനും ഞാൻ ഈ കളപ്പുരയിൽ കൊണ്ടുവരും. എന്നിട്ട് താൻ പറയുകയാണ്, എന്നോട് തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ സോളിനോട്, അദ്ദേഹത്തിൻ്റെ ആ ആത്മാവിനോട് തന്നെ താൻ പറയുകയാണ്, നിനക്ക് ഏറിയ ആണ്ടുകൾ മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. നോക്കിക്കേ, ഈ മനുഷ്യൻ്റെ സംസാരം ഒന്ന് ശ്രദ്ധിക്കണം. താൻ, ഞാൻ, എന്നോട് എന്നുള്ളതായ പദപ്രയോഗങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം താൻ ചിന്തിക്കുന്നത് ഇതെല്ലാം തൻ്റേതാണ്, ഈ സ്വത്തുവകകളെല്ലാം തൻ്റേതാണ്.
അതുപോലെ തന്നെ താൻ ചിന്തിക്കുന്നു തൻ്റെ ആ ജീവിതവും തൻ്റെ തന്നെയാണ്, താൻ ആരോടും കടപ്പെട്ടിരിക്കുന്നില്ല. പക്ഷേ നമ്മളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കണം, ഇദ്ദേഹം ഈ സമ്പത്ത് ഇവിടെ ആർജിക്കുന്നുവെങ്കിലും ഈ സമ്പത്ത്, ഈ സമൃദ്ധി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെതല്ല. കാരണം ഇദ്ദേഹം മരിച്ചാൽ ഒരിക്കലും ഇദ്ദേഹം തൻ്റെ സമ്പത്ത് കൊണ്ട് ഈ ഭൂമിയിൽ നിന്നും പോവുകയില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഒരുപക്ഷെ നിങ്ങൾക്ക് ധാരാളമായി സമ്പത്തുണ്ടാകാം, ധാരാളമല്ലാതെ സമ്പത്തുണ്ടാകാം. ഈ ഭൂമിയിൽ എന്തൊക്കെ സമ്പത്തുണ്ടായാലും അതൊന്നും നിങ്ങളുടേതല്ല. കാരണം അത് നിങ്ങളോടുകൂടെ അത് പോരുകയില്ല. അടുത്തത്, താൻ ആരോടും കടപ്പെട്ടിരിക്കുന്നില്ല. താൻ തന്നോട് തന്നെയാണ് കടപ്പെട്ടിരിക്കുന്നത്. തൻ്റെ ആത്മാവിനോടാണ് താൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ദൈവമായിട്ടുള്ള യാതൊരു ബന്ധവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്നും അനേക ആളുകളും ഇങ്ങനെയാണ്. തങ്ങളോട് തന്നെയാണ് കടപ്പെട്ടിരിക്കുന്നത്. തങ്ങളെ തന്നെയാണ് സ്നേഹിക്കുന്നത്. തങ്ങൾക്ക് സമൂഹത്തോടോ ദൈവത്തോടോ യാതൊരു ബന്ധവുമില്ല. തങ്ങൾ അധ്വാനിക്കുന്നത് തങ്ങൾക്ക് വേണ്ടിയാണ്. തങ്ങൾ ബിസിനസ് സ്ട്രാറ്റജികൾ ചെയ്യുന്നത് തങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഇവൻ ചിന്തിക്കുന്നത് പോലെ ഇവൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയില്ല. കാരണം ഇവനും ഒരിക്കൽ മരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, നീ ഒരുക്കി വെച്ചത് ആർക്കാകും? നിനക്ക് ഇത് ഒന്നും ഉപകരിക്കത്തില്ല. മറിച്ച് നീയും ഒരു മരണമെന്ന യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്യേണ്ടതായ ഒരു വ്യക്തിയാണ്. ഇവിടെ യേശു പറയുന്നതായ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. വാക്യം 20 യേശു പറയുന്നു, മൂടാ ഈ രാത്രിയിൽ, ദൈവം പറയുന്നതായിട്ടാണ്, മൂടാ ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ വിളിച്ച പേര് നോക്കണേ, മൂഢ. ഇന്ന് ലോകത്തിൽ നമ്മളാണെങ്കിൽ വിളിക്കും സാറേ, നമ്മളാണെങ്കിൽ വിളിക്കും മിസ്റ്റർ. പക്ഷെ ദൈവം അവനെ വിളിക്കുന്നത് മൂഢ എന്നുള്ളതാണ്. കാരണം ഇവൻ എത്രത്തോളം സമ്പത്തുണ്ടായാലും എത്രത്തോളം ധനമുണ്ടായാലും തൻ്റെ ആത്മാവിനെക്കുറിച്ച് താൻ ചിന്തിക്കുന്നില്ലെങ്കിൽ, ദൈവവിഷയപരമായി താൻ ചിന്തിച്ചിട്ടില്ല എങ്കിൽ അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു മൂഢനാണ്. ലോകത്തിനു മുമ്പാകെ മിടുക്കനായിരിക്കാം, പക്ഷെ ദൈവത്തിനു മുമ്പാകെ അവൻ തികച്ചും ഒരു മൂഢനായ മനുഷ്യനാണ്. കാരണം ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, ആ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകും. കാരണം അവൻ ദൈവവിഷയപരമായി സമ്പന്നനാകേണ്ടതാണ്. അപ്പോൾ ഒരുപക്ഷെ അനേകർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ ലോകത്തിൽ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുകയില്ലേ? നമുക്ക് സമൃദ്ധിയോടെ ജീവിക്കാൻ സാധിക്കുകയില്ലേ? സാധിക്കും. പക്ഷേ നാം നേടുന്നത് നാം ദൈവത്തിന് സമർപ്പിക്കണം. നമ്മുടേത് ദൈവത്തിൻ്റെതായി മാറുമ്പോൾ നമ്മളുടെ നിക്ഷേപം സ്വർഗത്തിലേക്ക് വരുവാൻ ഇടയായിത്തീരും. നമ്മുടെ ചിന്തകൾ ദൈവവിഷയപരമായി ചിന്തിപ്പാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ പറയട്ടെ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ മക്കൾ നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കണം. ദൈവത്തിന് സമർപ്പിച്ചാൽ പിന്നെ നിങ്ങളുടെ ശ്രദ്ധ ദൈവത്തെങ്കിലേക്ക് വരുവാനിടയായിത്തീരും. കാരണം ദൈവമാണ് ഇതിനെ സസ്റ്റെയിൻ ചെയ്യുന്നത്. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. കാരണം നമ്മുടെ സമ്പത്ത്, നമ്മുടെ ധനം, നമ്മുടെ വരുമാനം അത് ദൈവം തരുന്നതാണെന്ന് മനസ്സിലാക്കി നാം ദൈവത്തിന് അത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹപ്രദമായി തീരും. നമ്മൾ ഒരിക്കലും മൂഢനായിരിക്കുകയില്ല, മറിച്ച് നമുക്കൊരു നിത്യത ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുവാനിടയായിത്തീരും. നിർഭാഗ്യവശാൽ പറയട്ടെ, ഇന്ന് അനേകരും ജീവിക്കുന്നത് നിത്യതയെ ഓർക്കാതെയാണ്. അവർക്ക് മരണശേഷം ലഭിക്കാൻ പോകുന്ന സ്വർഗീയമായ ആ അനുഭവത്തെ ചിന്തിക്കാതെയാണ്. അങ്ങനെ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ സമ്പന്നമായി തീരത്തുള്ളൂ, അനുഗ്രഹപ്രദമായി തീരുള്ളൂ. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിയുമാറാകട്ടെ. ഈ മൂഢനെ പോലെ ആകാതെ അതേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവിഷയപരമായി ചിന്തിക്കുവാൻ, ധ്യാനിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഈ നല്ല വചനത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ ഭൗമികമായി പല കാര്യങ്ങളും ഞങ്ങൾ അച്ചീവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ്. പലപ്പോഴും ഞങ്ങളോട് തന്നെ ഞങ്ങൾ പറയുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. പക്ഷേ ഞങ്ങളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിതമായി തീർന്നെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഈ വചനത്താൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണം, സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ, മറ്റ് നിങ്ങളുടെ പ്രശ്നങ്ങളെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. God bless you all.
Thank you for watching Morning Dew. Kindly tuned up for next day messages.